സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് മറിഞ്ഞ് കണ്ണൂരിൽ ഒരു അപകടമുണ്ടായി. അപകടത്തിൽ ഒരു വിദ്യാർത്ഥിനിക്ക് ജീവൻ നഷ്ടമായി. ഒരു വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട ഡ്രൈവറുടെ മൊഴി ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസിന് പ്രശ്നമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി പുറത്തു വന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ പൂപ്പറമ്പ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വളക്കയിലെ ഈ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം, അതിൽ ഡ്രൈവറുടെ വാദങ്ങളെല്ലാം പൊളിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബ്രേക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ബ്രേക്കൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രാഥമിക കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ അപകടത്തിന് ശേഷം ഈ ബസ്സിൻ്റെ ഡ്രൈവറുടെ മൊഴി മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും രേഖപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഡ്രൈവർ നൽകിയിട്ടുള്ള മൊഴി എന്നുള്ളത് ഈ വാഹനം നിയന്ത്രണം വിട്ടത് ബ്രേക്ക് പൊട്ടിയതിനാലാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് എന്നതാണ്. നിയന്ത്രണം വിട്ടതിന് തുടർന്ന് പെട്ടെന്ന് വെട്ടിച്ച ഘട്ടത്തിലാണ് ബസ് മലക്കം മറിഞ്ഞ് ഈ സംസ്ഥാന പാതയിലേക്ക് മറിഞ്ഞു വീണത് എന്നതാണ് ഈ ഡ്രൈവർ നൽകിയിട്ടുള്ള മൊഴി. അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം അത് RTOയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധന ഈ വാഹനത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ബ്രേക്ക് പൊട്ടിയിട്ടില്ല എന്നതാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് അപകടത്തിന് ശേഷവും ഇത് ബ്രേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ വാദം തെറ്റാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം, ആ അപകടം നടക്കുന്ന സമയത്ത് ഇടതുവശത്തുള്ളൊരു മതിലിലേക്ക് ആദ്യം ഈ ബസ് അല്പം ഇടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നിയന്ത്രണം വിട്ട് ഈ റോഡിലേക്ക് ഇത് മറിയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. അതിൽ ചില ആരോപണങ്ങളൊക്കെ ഈ ഡ്രൈവർക്കെതിരെ ഇന്നലെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചു എന്ന തരത്തിൽ, അതായത് വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു. CCTV ദൃശ്യത്തിൽ, അതായത് അപകടം നടന്ന അതേ സമയത്ത് തന്നെ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതായി കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഈ മോട്ടോർ വാഹന വകുപ്പും പോലീസും ശേഖരിച്ചിട്ടുണ്ട്. സൈബർ വിഭാഗം ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. അങ്ങനെ പെട്ടെന്ന് ഫോൺ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ഈ ശ്രദ്ധ മാറി നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് മലക്കം മറിഞ്ഞ് വീണതാണ് എന്ന പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് ഈ വാഹനത്തിന് കാലപ്പഴക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ കാലപ്പഴക്കമുണ്ട് എന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിറ്റ്നസിൻ്റെയും പ്രശ്നമുണ്ട്. പക്ഷേ അതൊരു അപകടത്തിന് കാരണമാകുന്ന ഒരു പ്രശ്നമായിട്ട് ഈ നിലവിൽ ഇന്നലെ അപകടത്തിന് കാരണമാകുന്ന ഒരു പ്രശ്നമായിട്ടില്ല. അപകടത്തിന് കാരണമാകുന്ന മറ്റ് മെക്കാനിക്കൽ പ്രശ്നങ്ങൾ, സാങ്കേതികമായ തകരാറുകൾ ഈ ബസ്സിന് നിലവിലില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എന്താണ്, ഈ ഫോൺ ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രദ്ധ മാറിയതാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഡ്രൈവർ ഇന്നലെ നൽകിയിട്ടുള്ള മൊഴി അത് തെറ്റാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം ഈ നേദ്യമളുടെ സംസ്കാര ചടങ്ങുകൾ കൂടി ഇന്ന് നടക്കുമെന്ന് അറിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ, ഈ പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് പൂർത്തിയാവുക, ഒപ്പം മറ്റ് സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10:30 അത്തരം നടപടികൾ പൂർത്തീകരിച്ച് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുറുമാത്തൂരിലെ ചിന്മയ വിദ്യാലയത്തിൽ 11 മണി മുതൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ടോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മറ്റൊരു കുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ കുട്ടിയും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ തുടരുന്നത്. പക്ഷേ അതായത് ആ കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന ആശ്വാസകരമായിട്ടുള്ള വിവരം ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരുന്നു. പരിക്കേറ്റ മറ്റെല്ലാ കുട്ടികളും ഇന്നലെ തന്നെ ആശുപത്രി വിട്ടു എന്ന ആശ്വാസകരമായിട്ടുള്ള വിവരവും ഇന്നലെ രാത്രിയോടെ തന്നെ ലഭിച്ചിരുന്നു. നാട്ടുകാരുൾപ്പെടെ ആ കാര്യങ്ങൾ
നമ്മോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടിയുടെ ഗുരുതരമായ പരിക്കുണ്ട്, തലക്ക് മുറിവുണ്ട്, പക്ഷേ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ശരി. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില അത് ഇനിയും ഭേദപ്പെടട്ടെ എന്നാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളില്ല. അപ്പോൾ ആരുടെ പിഴവാണ്? ഡ്രൈവർ എന്താണ് ചെയ്തത്? ആ സമയത്ത് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷണത്തിൽ മനസ്സിലാവട്ടെ. പക്ഷേ അപ്പോഴും ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായ കാര്യം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് എപ്പോഴും പറയുമ്പോഴും അതുണ്ടാകുന്നു എന്നത് എത്രമാത്രം ദൗർഭാഗ്യകരമാണ്.